Hey guys, welcome back to my YouTube channel. നമ്മൾ ഇന്ന് കൊച്ചി വരെ ഒന്ന് പോവാണ്. ചേട്ടായിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ. ബിക്കോസ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും ചേട്ടൻ്റെ എൻ്റെ ബർത്ത്ഡേ സെയിം ഡേറ്റ് ആണ്. അപ്പം ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടായിക്ക് അറിയില്ല, പ്ലാൻ ചെയ്തിട്ടാണ് സർപ്രൈസ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഞങ്ങളവിടെ ചേട്ടാ എക്സ്പെക്റ്റ് ചെയ്യില്ല. അപ്പം ഒന്ന് പോവുക ആൻഡ് എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1:45 ട്രെയിൻ. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഞാനും അമ്മയും പപ്പയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഹോപ്പ് ചേട്ടായി ഹാപ്പി ആവുമെന്ന്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ചേട്ടായിക്ക് ഇത് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേനും വൈകുന്നേരമാവും. ഞങ്ങൾ ആക്ച്വലി ഒരു മാസം മുന്നേ പ്ലാൻ ഇട്ടതുകൊണ്ട് ചേട്ടായിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഞങ്ങൾ അറിഞ്ഞിട്ട് എല്ലാ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചേട്ടായിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയത്. അപ്പം അറിയില്ല എന്താവുന്നു. അവിടെ എത്തുമ്പോഴത്തേനും ചേട്ടായി ഡ്യൂട്ടിക്ക് പോകും. പക്ഷേ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്, നടക്കുമെന്നറിയില്ല, നോക്കാം എന്താവുമെന്ന്. അപ്പം വഴിയെ കാണാം. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറുന്നത്. അപ്പം കോഴിക്കോട് നിന്ന് തന്നെ എടുക്കുന്ന ട്രെയിനായിരുന്നു. 1:45 ട്രെയിനാണ്. പക്ഷേ ഞങ്ങൾ 12:30 ആയപ്പോൾ തന്നെ അവിടെ എത്തി. ഫുഡൊക്കെ കഴിച്ചിട്ട് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ട്രെയിനിൽ കയറി ഒന്ന് സെറ്റിൽ ആയിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയും പപ്പയും കൂടെ എന്തിനു വേണ്ടി അടിയുണ്ടാക്കി? സീറ്റിന് വേണ്ടി അടിയുണ്ടാക്കി. അങ്ങനെ അവസാന യുദ്ധഭൂമിയിലെ പോരാളിയായ അമ്മ പപ്പയ്ക്ക് വേണ്ടി സീറ്റ് മാറിക്കൊടുത്തു. പപ്പ വിൻഡോ സീറ്റ് കൈക്കലാക്കി. ഞാനിവിടെ ഒരറ്റത്ത് മൂലയ്ക്ക് ഒറ്റയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടിനോട് വിട പറഞ്ഞു. കൊച്ചിയിലോട്ടുള്ള യാത്ര ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കാപ്പി, ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ചായ കാപ്പി വട എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ട് ഇരുന്നാലല്ലേ സമയം പോകുള്ളൂ. ഞങ്ങൾക്ക് ഒരു ചായ മേടിച്ചു തന്നു പപ്പ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചു, ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞപ്പം ചേട്ടായി വിളിച്ചു. അമ്മേൻ്റെ ഫോണിലോട്ട് വീഡിയോ കോൾ വിളിച്ച് അമ്മ കട്ട് ചെയ്തതാണ്. അമ്മ അത് എടുത്തു പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചേട്ടായി ഞങ്ങളെ കണ്ടെന്ന് ട്രെയിനിലാണ്. പക്ഷെ ചേട്ടായി കണ്ടില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും പപ്പ വീണ്ടും ഒരു ചായ മേടിച്ച് കുടിച്ചു. അപ്പം ഞാൻ ഒരു പഴംപൊരി മേടിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങളൊരു ചായ കുടിച്ചു. ഇങ്ങനെ ചായ 2-3 ചായ കുടിച്ച് പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേനും എവിടെ എത്തി? കൊച്ചി എത്തി. അപ്പോൾ അതാണ്ട് പിന്നെ വിളിക്കുന്ന ചേട്ടാ വീഡിയോ കോൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചേട്ടായിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളതെടുത്തു. അപ്പോൾ ഞങ്ങൾ ബ്രാഞ്ചോട് പറഞ്ഞു, എന്തായാലും ഇവിടം വരെ എത്തിയല്ലോ, ചേട്ടായിയുടെ ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ് ഞാൻ ഫോൺ ഏൽപ്പിച്ചു. ബ്രാഞ്ചി എല്ലാം കഴിഞ്ഞപ്പോൾ പറയാ, ചേട്ടായി അറിയാത്തൊരു കാര്യം ഞങ്ങൾ വിളിച്ചറിയിച്ചു. ഞങ്ങൾ കൊച്ചിയിലെത്തിയത് അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ചേട്ടായിനെ ഫോൺ വിളിച്ചു. അത് വീഡിയോ എടുക്കാൻ ഒരാളെ ഞാൻ ഏൽപ്പിച്ചു. അത് ക്ലിക്കായില്ല. എന്താണ് പിന്നീട് ഞങ്ങൾ ഇനി എൻ്റെ ഫോണിനെ പറഞ്ഞാൽ ഞങ്ങളൊരു ലൈം ഓടിച്ച് എല്ലാ വിഷമവും അടക്കാൻ പോവാം. പോട്ടെ. കാര്യം പ്ലാനൊന്ന് ചെറുതായിട്ട് ഫ്ലോപ്പ് ആയെങ്കിലും ചേട്ടായിക്ക് ഞങ്ങൾ വന്നതിൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പം അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി കൊച്ചിയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതായിരിക്കും ബൈ. സർപ്രൈസ് എല്ലാവരും കൂടെ പൊളിച്ച്